ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ 1 കിലോ ചിക്കന് 1 കിലോ സെല്ല റൈസ് എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കന് ഹോളെല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ക്യാപ്സിക്കം, മല്ലിയില, മല്ലി, കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പൂ, മാഗി ക്യൂബ്, ഒരു ഉണങ്ങിയ നാരങ്ങ, കളർ ആവശ്യത്തിന് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ അപ്പുറ സൈഡും ഒരു 5 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് റൈസ് വേവിക്കാനെടുക്കുക. തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിൽ ഇതെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ റൈസ് വേവിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അതിന് എക്സ്ട്രാ ഉള്ള ഓയിൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. മുഴുവനായിട്ട് എടുക്കില്ല, കുറച്ച് ഓയിൽ. അപ്പോൾ ഒരു 80% നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഊറ്റിയൊക്കെ എടുത്തിട്ട് നമ്മൾ റൈസ് ലെയറായിട്ട് നമ്മൾ ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ എടുത്ത് വെച്ച ഓയിലും ഇതിന് ഓരോ ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിക്കുന്നുണ്ട്. കളറും ഡ്രോപ്പായിട്ട് 2-3 പച്ചമുളകൊക്കെ മുകളിൽ വെച്ചിട്ട് എയർ പോവാതെ നമ്മൾ ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറോളം വേവിച്ചെടുക്കുക. ദമ്മ് വേണ്ടവർക്ക് കുറച്ച് ദമ്മിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് 5-10 മിനിറ്റ് ദമ്മിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മന്തി റൈസ് റെഡി ആയിട്ടുണ്ടാവും. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. റൈസ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. അതുപോലെ ടേസ്റ്റും അതുപോലെ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മയണൈസും കൂട്ടി കഴിച്ച് നോക്കുക. ടേക്ക് കെയർ, ബൈ.